സഹോദരങ്ങളെ, കുറച്ച് വാമപ്പ് എക്സസൈസുകളാണ് നമ്മുടെ ഈ ഫേമസ് ആയിട്ടുള്ള തോണിക്കടവ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വെച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഈ വാമപ്പ് എക്സസൈസ് 40 വയസ്സ് കഴിഞ്ഞ് ഏതൊരാൾക്കും എവിടെ വെച്ചും എപ്പോഴും ചെയ്യാം. എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വാമാവാൻ വേണ്ടിയും ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൂടെ എക്സസൈസ് പഠിക്കാൻ വേണ്ടി 2 സ്റ്റുഡൻസ് കടന്നു വരുന്നു. മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്ന പോലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫൈസൽ ബായിക്കും റസാഖ് ബായിക്കും ഇതൊന്ന് പഠിപ്പിച്ച് കൊടുക്കുകയും ചെയ്യാണ്. അല്ല, ഇങ്ങനെ വൈഡായിട്ട് കൈ ഇങ്ങനെ മേലോട്ട് വെക്കൂ, എന്നിട്ട് ഇങ്ങനെ താഴ്ത്തൂ, എന്നിട്ട് താഴോട്ട് കൊണ്ടുവരൂ. ഒന്നുകൂടി മേലോട്ട്, നടുക്ക്, താഴോട്ട്, മേലോട്ട്, നടുക്ക്, താഴോട്ട്. നല്ലൊരു വാമപ്പ് എക്സസൈസാണ്. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. ഇതാക്കലോ, റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ വെച്ചിരുതാ മെല്ലെ കഴുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കൊണ്ടിരിക്കും. എന്ന് ചെയ്ത് ഈ ഒരു വശത്തോട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വശത്തോട് ചെയ്യുക. നമ്മളിപ്പോൾ പിന്നെ ഇങ്ങോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇരുന്നൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസാണ്. ശ്വാസവും അതിനെ കൂടെ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ വെക്കുക. ഞാൻ ചെയ്യുമ്പോൾ തൊഴില്ല എല്ലാം ശ്വാസം ഉള്ളോട്ട് എടുക്കുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, നല്ലൊരു വാമപ്പ് എക്സസൈസാണ് അല്ലേ. എടുത്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. കുറച്ച് വൈഡായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് അടുത്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അതിന് ഓപ്പോസിറ്റും ചെയ്യാം. കുറച്ച് വൈഡായിട്ട് ആദ്യം ചെയ്യാം, എന്നിട്ട് അടുപ്പിച്ച് ചെയ്യാം. നമ്മളിങ്ങനെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ എക്സസൈസ് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും അല്ലേ. വൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കൂടിയും ചെയ്യാൻ നോക്കുക. സമയമൊക്കെ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായൊരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം അല്ലേ. ഇത് വേറൊരു എക്സസൈസാണ് വയസ്സിൽ. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക. ഇതാ, റൊട്ടേഷൻ. എൻ്റെ വയറൊക്കെ ചാടുന്ന കണ്ട് കുറേ ആൾക്കാർക്ക് തെറിയൊക്കെ പറയാനുണ്ടാവും. ഓക്കെ, തെറിയൊക്കെ പറഞ്ഞോളി. തെറിയും ഒരു എക്സസൈസാണ്. നമ്മുടെ ജീവിതത്തിന് കരുത്ത് നൽകുന്ന ഏറ്റവും നല്ല എക്സസൈസാണ് തെറികൾ എന്ന് പറഞ്ഞാൽ. അതെ അതെ അതെ. ഇതൊക്കെ ചെയ്തിട്ടും എന്താണ് നിങ്ങൾ വയറ് ഇങ്ങനെ തന്നെ ആണല്ലോ എന്നുള്ള ചോദ്യമാണ് എപ്പോഴും വരിക. 106 കിലോ ഉണ്ട്. അവിടുന്ന് ഇവിടെ എത്തിച്ചാണ്. അപ്പോൾ നമ്മൾ ഇനി വയറ് കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും നമ്മൾ എഫോർട്ട് തുടരുക. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, കാല് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ വെക്കുക. യെസ്, ഇങ്ങനൊക്കെ എക്സസൈസ് നമുക്ക് ഓരോ ദിവസം ചെയ്യാവുന്നതാണ്. എന്നാലും നമ്മൾ ചെയ്യാതിരിക്കരുത്, അത്രയേ ഉള്ളൂ. ഓ, കാലിൻ്റെ എക്സസൈസ് ചെയ്യാം. അവിടെ ഇങ്ങനെ വെച്ചിട്ട് കാലിങ്ങനെ തിരിക്കുക. നിങ്ങൾ ഓൾറെഡി എക്സസൈസ് ചെയ്യാൻ അറിയാമല്ലോ വൈസൽ ബൈക്ക്. ഇതൊക്കെ അറിയാൻ തോന്നില്ല, ഓൾറെഡി ചെയ്യുന്ന. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം. കാലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, എതിർവശവും റൊട്ടേറ്റ് ചെയ്യാൻ എന്നിട്ട്. ഓക്കെ, ഏതായാലും ഞങ്ങളുടെ ഈ ഒരു വാമപ്പ് എക്സസൈസ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. പെർഫെക്റ്റ് ആയിട്ടില്ല, ഇംപെർഫെക്ഷൻ ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അങ്ങ് നോക്കാം അല്ലേ വൈസൽ ഭായ്. പക്ഷേ നമ്മൾ എന്ത് എന്നാലും നമ്മൾ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കണം. അതെ അതെ അതെ, അതാണ് അതെ 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 അതെ. വ്യായാമം തന്നെ ഒരു ഇംപെർഫെക്ഷൻ ആണ്. അത് നമ്മൾ ഹെൽത്തിന്റെ പെർഫെക്ഷന് വേണ്ടി നമ്മൾ ആസ്വദിക്കുകയാണ്. അതെ 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 അതെ, അതൊക്കെ ഒരു എക്സസൈസ് ആണ്. അതെ, നമ്മൾ മെന്റലി സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ് അതൊക്കെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ബി ഹെൽത്തി. ഇവര് റസാഖ് ഭായ് കമാൺ. ഗൾഫിൽ നിന്ന് വന്നതാണ് ഈ സ്ഥലം കാണാൻ വേണ്ടി. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വന്നൊരു ടൂറിസ്റ്റ് കൂടിയാണ് നമ്മൾ റസാഖ് ഭായ്. തുണിയെ കൊടുത്തിക്കുന്നത് വിദേശത്ത് അതിൻ്റെ സ്റ്റൈല് തനിമ നിലനിർത്താൻ വേണ്ടി തുണിയെ കൊടുത്ത് വന്നിരിക്കണം.